പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നാം ധ്യാനിക്കുന്നത് എന്താണ് സൗഖ്യത്തിൻ്റെ പൂർണ്ണത. സൗഖ്യത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സൗഖ്യം, ആ സൗഖ്യം എന്തെന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം. ഓർക്കുക, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന സൗഖ്യം? അന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാകുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ രോഗപീഠകൾ നാം അനുഭവിക്കുന്ന വേദന, അപ്പോൾ തമ്പുരാൻ തന്ന ഈ സൗഖ്യം എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും വേദനയില്ല. അപ്പോൾ ഈ സൗഖ്യം പൂർണ്ണമാകുന്ന എവിടെയാണ്? സ്വർഗത്തിൽ. ആ സ്വർഗത്തിൻ്റെ അവസ്ഥ, യഥാർത്ഥ സൗഖ്യത്തിൻ്റെ പൂർണ്ണത പറയുന്നതാണ് ഈ വചനം. മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നിൽക്കും, മരണം ഉണ്ടാകില്ല, ഇനി ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടാകില്ല, പഴയതെല്ലാം കടന്നുപോയി. മരണത്തോടു കൂടി പ്രിയമുള്ളവരെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തരും. അവിടെ ദുഃഖമില്ല, വേദനയില്ല, സന്തോഷം മാത്രം. അതാണ് യഥാർത്ഥമായ സൗഖ്യം. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് രോഗപീഠിലാകുമ്പോൾ ഭയങ്കരമായിട്ട് ഭാരപ്പെടണം, രോഗത്തിൻ്റെ വേദന. എന്നാൽ മരണമെന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല. അത് കണ്ണുനീരും വേദനയും ദുഃഖമില്ലാത്തൊന്ന്. അതാണ് യഥാർത്ഥമായ സൗഖ്യം. എങ്കിൽ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് നോട്ടം വെച്ചുകൊണ്ട് മുന്നേറണം. സൗഖ്യം എന്ന് പറയുന്നത് ഈ ഒരു പരദീസ അനുഭവത്തിലൂടെ, ഈ ഒരു സ്വർഗത്തിൽ വെച്ച് നമുക്ക് അനുഭവിക്കും. അവിടെ ദുഃഖവും വേദനയും ഒന്നുമില്ല. അതാണ് യഥാർത്ഥമായ സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. സൗഖ്യത്തിന് സമ്പൂർണ്ണ നമുക്ക് സ്വർഗത്തിൽ കിട്ടും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സകല നിയോഗങ്ങളും ഈ വാഗ്ദാന പേടകത്തിലേക്ക് വെക്കട്ടെ. അച്ഛൻ സമർപ്പിക്കാം, അനുഗ്രഹിക്കാം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.